ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് തെന്നിയാൽ ഉണ്ടാകും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് തെന്നിയാൽ ആണ്ട് ആ കുളത്തിലാണ് ചെന്ന് പതിക്കുക കേട്ടോ, പാറക്കുളത്തിൽ. അതുകൊണ്ട് കുറച്ച് ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ട് വരിക. നമസ്കാരം, സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണ്? ഫാൻറ്റം റോക്ക് കാണാനാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ വരുന്നത് പിന്നെ ടൗൺ സ്ക്വയർ എന്നാണ്, സുൽത്താൻ ബത്തേരി ടൗൺ സ്ക്വയർ എന്നാണ്. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി കണ്ട് അങ്ങനെ ടൗൺ സ്ക്വയർ കണ്ട് നമ്മളിപ്പോൾ ഫാൻറ്റം റോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ റോക്കിൻ്റെ മേലെ കയറിയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും ആദ്യം കാണുക. അത് റോഡിന് വീതി കുറവാണ് ഇവിടെ, പിന്നെ വളവും തിരിവുമാണ് അധികവും. അതാണ് ഈ അമ്പലവിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത. അല്ലേ, റോഡിന് വീതിയില്ല. ഇവിടെയൊക്കെ പാറയാട്ടാ. എടക്കൽ ഗുഹ ഇതിൻ്റെ അപ്പുറത്താണേ, അമ്പൂത്തിമല അത് കാണുന്നുണ്ട്. ഈ പുല്ലൊക്കെ വെട്ടണം ശരിക്കും അല്ലേ. അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് വരുന്ന വണ്ടി ഈ നമ്മുടെ മുമ്പിൽ പെട്ടാലേ അറിയത്തുള്ളൂ വണ്ടി വന്നു. കണ്ടോ എന്നാ വളവാന്ന് നോക്ക്. ഹെയർ പിൻ മോഡലാണ്. ഇത് എടക്കൽ ഗുഹയിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഈ വഴി ഇങ്ങനെ പോയാൽ ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും എടക്കൽ ഗുഹ. നമ്മൾ നേരെ അമ്പലവയൽ ടൗൺ റൂട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അമ്പലം ടൗണിലെത്തില്ല കേട്ടോ, നമ്മൾ എത്തുന്നതിന് മുമ്പ് തിരിയും. ഇനിയിപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഫാൻറ്റം റോക്കൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. കോറി ഒരു സൈഡിൽ നിന്ന് ഇവരിപ്പോൾ തന്നെ പൊളിച്ചു തുടങ്ങി. നമുക്ക് പോകുമ്പോൾ കാണാം. ഒരു താഴത്തെ ഒരു സൈഡ് മുഴുവൻ കോറി പൊളിച്ചു. കോറി കൊടുത്തതാണ്, പൊളിച്ചതാണ്. വെറുതെ ഒന്ന് പൊളിച്ചുകൊണ്ട് പോകുന്നതല്ല, ഗവൺമെൻറ് ഓർഡർ പ്രകാരം അവരെടുക്കുന്നതാണ്. നമ്മളിവിടെ നിന്ന് തിരിയുക കേട്ടോ. നമ്മളിവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. നേരെ പോകുന്നത് അമ്പലവയൽ ടൗണിലേക്കാണ്. ഇത് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു. ഇതിൽ നേരെ പോയാൽ മീനങ്ങാടി അങ്ങനെയൊക്കെ എത്തും. ഫാൻറ്റം റോക്ക് കഴിഞ്ഞ് മീനങ്ങാടി ടൗണിലേക്കൊക്കെ കയറും. മീനങ്ങാടി, കൽപ്പറ്റ അങ്ങനെ. അതോ അങ്ങ് അകലെ ആ കാണുന്നതാണ് ഫാൻറ്റം റോക്ക്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫാൻറ്റം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നും പോലും. ഫാൻറ്റം എന്ന് പറഞ്ഞത് ഒരു മഹാബലിനെ പോലത്തെ ഒരു ഐതിഹ്യം. റോഡ് ഇച്ചിരി മോശം. റോഡ് മോശമല്ല, റോഡ് പണി നടക്കുന്നതിൻ്റെയാണ്. റോഡ് വീതി കൂട്ടുക അതിൻ്റെ 2 സൈഡും. അതെ, ഒരു വർഷം കൂടി കഴിഞ്ഞാൽ വയനാട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ റോഡും നല്ല വീതിയുള്ള നല്ല അടിപൊളി റോഡായി മാറട്ടെ. അന്ന് നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒന്നും കൂടി എടുത്ത് പഴയ ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ അറിയാൻ കഴിയും. കോറി അങ്ങോട്ട്, ഇതൊക്കെ കോറിയാണേ. അങ്ങോട്ട് കയറരുതെന്ന് എഴുതിയിട്ട് തോന്നുന്നു. അത് ഇവിടെ തന്നെ, ഇവിടെ ഉണ്ട്, ഇതിൻ്റെ പുറകിലുണ്ട് ഒരു കുളം പോലത്തെ സാധനം. യെസ്, നമ്മളത് ആ ഫാൻറ്റം റോക്കിൻ്റെ ബോർഡ് കണ്ടു കഴിഞ്ഞു. 0 ഫാൻറ്റം റോക്ക് 0. ഓക്കെ, ഇവിടെ ആയിരിക്കും. ഇവിടെ നിർത്തേണ്ടി വരില്ല വണ്ടി അങ്ങോട്ട് പോവോ? ഇല്ലല്ലോ, ഇല്ല. ഞാൻ പറഞ്ഞു ആരെയും കാണുന്നില്ല. പൈസ മേടിക്കാൻ ആരും വരുമായിരിക്കും. ഫാൻറ്റം റോക്ക് ബോർഡൊക്കെ വെച്ചിട്ട് പ്രഷർ വാഹനങ്ങൾ മാത്രം, മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. മറ്റു വാഹനങ്ങളും കൂടി കയറ്റി വിടില്ല എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ പാറകളാണ് കാണുന്നത്, പാറക്കൂട്ടങ്ങൾ. ഇതൊക്കെ റബ്ബർ തോട്ടാട്ടോ, 2 സൈഡ് റബ്ബർ തോട്ടം. ഫാൻറ്റം റോക്ക്, ഫാൻറ്റം നിൽക്കുന്ന പോലെ ഇല്ലേ, ഇതാണ് ഫാൻറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ വഴികളിലൂടെ പാറയുടെ ഇടയിൽ കൂടെ വേണം കയറാൻ. ഇവിടെ ഇങ്ങനെ കോറിയാണ്. ഉണ്ടോ ഫാൻറ്റം നിൽക്കുന്നുണ്ടല്ലേ, അതാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. പുള്ളി ഇങ്ങനെ നിൽക്കുക, തല നല്ല സെറ്റപ്പായിട്ട് അല്ലേ. മുള്ളുണ്ട്. ഇവിടെയൊക്കെ കോറി കേട്ടോ.
പൊട്ടിച്ചോണ്ടിരിക്കുക. ഞാൻ ആദ്യം പറയല്ലോ, കുറച്ച് നാളുകളെ ഉണ്ടാവുള്ളൂ മിക്കവാറും ഫാൻറ്റം റോക്കൊക്കെ. കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കുളം ആ ഉണ്ട്. ഉണ്ട് ഒരു കുളം സെറ്റപ്പ് ആയത്. മീനുണ്ടോ? പാറേൻ്റെ മേലെ കൂടെ വേണം നമുക്ക് നടക്കേണ്ട. ആനപ്പുല്ല് കേട്ടോ, പക്ഷെ നിൽക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. അടിപൊളിയല്ലേ. മുഴുവൻ പാറയാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ചുറ്റും പാറ. എന്താ പുല്ലുകളും പാറകളും കിടന്നാണ് നമ്മൾ കയറുന്നത്. പാറ ഇടുക്കി കൂടെ കയറണം. വ്യൂ നോക്കി, വ്യൂ കിടലോ അല്ലേ. സൂപ്പർ വ്യൂ ആട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലെ ഇടയിലൊക്കെ ഒളിഞ്ഞിരുന്നാൽ ഇല്ലയെന്ന് പറയാൻ കഴിയുമോ? പുലി മലമാവ് എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ദൂരേന്ന് കാണാനാണ് ഇഷ്ടം അല്ലേ. എല്ലാം ഉള്ളിന്ന് കാണാം. ഇതെവിടെ പോകുന്നത്? ഫാൻറ്റം നിൽക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പം നിൽക്കുന്നത്. ആദ്യം നമ്മൾ അങ്ങോട്ട് നോക്കുന്ന പോലെ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടോ? തല, കൈയിൻ്റെ ഇതുണ്ട്, ഷോൾഡർ. ശരിക്കും ഫാൻറ്റം പോലെ തന്നെ ഉണ്ടല്ലോടാ. അടിപൊളിയാട്ടോ. ഞാൻ എന്താ വന്നോണ്ടിരിക്കുക. ഞാൻ ഫാൻറ്റത്തിൻ്റെ ഒരു ദൂര ദൃഷ്ടി പകർത്താൻ. ഇത് കറക്റ്റ് ഫാൻറ്റാണല്ലോ. ഇത് കറക്റ്റ് ഫാൻറ്റാണല്ലോ. ഇതേ കറക്റ്റ് ഫാൻറ്റം തന്നെ. ഇതിപ്പോൾ എന്താ വ്യത്യാസമുള്ളത്? ഇവിടെയൊക്കെ പാറകൾ തന്നെ. യെസ്, ഫാൻറ്റം റോക്കിൻ്റെ നേരെ കീഴിലെത്തിയിരിക്കുകയാണ്. തലയാണ് ഈ കാണുന്നത്. യെസ്, ഫാൻറ്റം റോക്കിൻ്റെ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ. എന്താ വ്യൂ! അയ്യോ, ഇവിടെ നല്ല ചെങ്കുത്തായ കുഴിയാണേ. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ അയ്യോ കുഴി. ഇത് കുഴിയാണ് കേട്ടോ. നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ ഈ താഴെ കൊക്കയിലോട്ടായിരിക്കും വീഴുന്നത്. ഫുള്ള് പാറ ഇടുക്കുവാണ്. വേണ്ട എന്നാ വ്യൂ ആണെന്ന് നോക്കി. കിടിലം വ്യൂ അല്ലേ. ഏതൊക്കെയോ മലകൾ. അത് ആനപ്പാറയാണ് കാണുന്നത്. താഴെ കാണുന്ന കോറിയാണേ. അങ്ങൊരു കോറി കാണുന്നില്ലേ? ഇങ്ങോട്ടേക്ക് നല്ല കൊക്കയാട്ടോ. ശ്രദ്ധിക്കാതെ നേരെ പോയാൽ കൊക്കയിലോട്ടായിരിക്കും വീഴുന്നത്. ഇവിടെ കയറി നോക്കാം പൊക്കത്തിൽ. വേണ്ട കവുങ്ങും തോട്ടമാണ് കാണുന്നില്ലേ. എന്തോരം കവുങ്ങുകളാണ് നിൽക്കുന്നത്. കൊള്ളാം. പാറക്കട തന്നെ. സൂപ്പർ വ്യൂസാണ്. നമ്മൾ പതുക്കെ മുന്നോട്ട് നീങ്ങുവാണേ. താഴോട്ട് ഇറങ്ങുക. പാറ കണ്ടട്ടെ. ഫാൻറ്റം റോക്കിൽ നിന്ന് പതുക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങുന്നു. വഴി തെറ്റിയോ? നമ്മളിതില്ല. കണ്ടോ പുള്ളി നിൽക്കുന്നുണ്ടല്ലേ. കറക്റ്റ് ഉണ്ടല്ലേ. നമ്മൾ വഴി വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അങ്ങോട്ട് കയറ്റമാണ്. നമ്മളിത് ഇറങ്ങിയിട്ടില്ലേ? ഇറങ്ങി. അവരതിലെ വന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ വന്ന ടീം കണ്ടില്ലേ? അവര് ഇതിലെ വന്നല്ലേ? ഇല്ലേ? നമ്മൾ 3-4 വഴി കാണുമായിരിക്കും. ഏതായാലും നമുക്ക് താഴെ എത്താൻ പറ്റുമോ നോക്കാം. ഇത് കുറച്ചുകൂടി എളുപ്പ വഴിയായിരുന്നു തോന്നുന്നു. എൻ്റെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ സൂപ്പർ വ്യൂ പോയിന്റ്സ് ആണ്.
യെസ്, ഏതോ സ്ഥലത്തെത്തി. പുല്ല് എന്നാ സ്റ്റൈലിലാണ് നിൽക്കണേ. എത്തി. ആ ഇതാ കുളത്തിൻ്റെ മേലെ എത്തി. ഉണ്ടോ നമ്മൾ താഴെ നിന്ന് കണ്ട കുളമാണോ? അല്ല, അത് വേറെ കുളം. കോറിയാണ് ഇത്. രസമുണ്ടല്ലേ. അതേതാ പാറ? കുളകപ്പാറയാന്ന് തോന്നുന്നത്. എടാ അത് കുളകപ്പാറയാണോ? ഇതിൻ്റെ മേലെ നോക്കാം എങ്ങനെയുണ്ട് വ്യൂ. ഇത് അങ്ങോട്ടും കൂടെ ഒക്കെ കുറേ മലകൾ അങ്ങോട്ടും കൂടെ ഒക്കെ വേണമെങ്കിൽ കയറാം. ഓരോ മലേൻ്റെ മേലെ നോക്കുമ്പോഴും ഓരോ പാറേൻ്റെ മേലെ നോക്കുമ്പോഴും നമുക്ക് ഓരോ വ്യൂ ആണ് കിട്ടുന്നത്. സൂപ്പറല്ലേ. താഴെ ചെറിയൊരു കുളം, പാറക്കുളം. ആ യെസ്, ഇഷ്ടമാണ്. ഉണ്ടോ സ്റ്റൈലല്ലേ. ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് തെന്നിയാൽ ഉണ്ടാവും. ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് തെന്നിയാൽ ആണ്ട് ആ കുളത്തിലാണ് ചെന്ന് പതിക്കുക കേട്ടോ, പാറക്കുളത്തിൽ. അതുകൊണ്ട് കുറച്ച് ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ട് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ നാടുകൾ കാണാം. ഏതൊക്കെയാണ് നാടെന്ന് കറക്റ്റ് കിട്ടുന്നില്ല. സൂപ്പർ വ്യൂ ആണ്. ഉണ്ടോ ഫാൻറ്റം റോക്ക് അങ്ങ് ദൂരെ നിൽക്കുന്നു. അതിൻ്റെ പുറകിൽ ഏതൊക്കെയോ മലകൾ കാണുന്നു. അങ്ങനെ ഫാൻറ്റം റോക്കിൻ്റെ തന്നെയാണ് താഴെ ഏതോ അതൊരു കോറി, അത് വേറെ കോറി. അപ്പുറ സൈഡ് വേറെ കോറി, ഇത് വേറൊരു കോറി. കണ്ടോ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ താഴോട്ട് കണ്ടില്ലേ. അങ്ങനെ ലോങ് സൈറ്റ് കാണാം. ഏതൊക്കെയാ സ്ഥലങ്ങളൊന്നും ഒരു പിടിയില്ല, പക്ഷെ അങ്ങനെ ദൂരെ വരെ കാണാം. കണ്ടില്ലേ, സൂപ്പർ അല്ലേ. വ്യൂ ഭയങ്കര കിടിലായിപ്പോയി, അതിൽ പറയാതിരിക്കാൻ വയ്യ. കുറേ നേരം കാണാനുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഫാൻറ്റം മാത്രമല്ല, ഈ ഫാൻറ്റം റോക്കിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട്. വ്യൂ കാണാനുണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ സൈറ്റാണ്. ഇവിടെ ഒരു ചെറിയ കുളം പോലെ കാണുന്നുണ്ട്. കുളമല്ല കേട്ടോ, അത് പാറ ഇടുക്കിൽ വെള്ളം നിറഞ്ഞാണ്. മഴ പെയ്തിട്ടായിരിക്കും, അല്ലാണ്ട് ഉറവയൊന്നും ഉള്ളതല്ല. വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ്. അതൊക്കെ താഴോട്ട് ഇറങ്ങാന്നല്ലേ. അവിടെ നിന്ന് കഴിഞ്ഞെന്ന് ഓർത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് വേറെ കുറേ അടിപൊളി സൈറ്റുകൾ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പതുക്കെ ഇറങ്ങാം. അപ്പുറത്തൊക്കെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറേ സ്പോട്ടുകളുണ്ട് ഇവിടെ. നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാം. വെള്ളത്തിൻ്റെ കളറൊക്കെ പച്ച കളറല്ലേ. എന്നിട്ട് ഇത് നോക്കി, ഏതോ വിദേശ രാജ്യത്ത് നമ്മൾ പോയി നിൽക്കുന്നുള്ളൂ. ഈജിപ്തിലൊക്കെ പോയി നിൽക്കുന്ന പോലെയല്ലേ. നമ്മൾ താഴോട്ടെത്തി. താഴോട്ട് മീൻസ് പാറേൻ്റെ താഴോട്ടെത്തി ഏകദേശം. ഇപ്പോൾ കോറീൻ്റെ ഭാഗത്തേക്ക് എത്തി നമ്മൾ. ഇനി ഇവിടെ നിന്ന് താഴെ മെയിൻ റോഡിലോട്ട് അങ്ങ് നടന്നാൽ മതി. കല്ല എടുത്ത് വച്ചേക്കുന്ന പോലെ. അത് മേലെ നിന്ന് അങ്ങനെ താഴെ അവിടെ വരെ എത്തിയതാണോന്ന് അറിയത്തില്ല. അത് സൂമിങ് നടക്കുന്നില്ല. അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ മലകളൊക്കെ കണ്ടാൽ ശരിക്കും പേടിയാവും. അതിൻ്റെ താഴെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ സമ്മതിക്കണം കേട്ടോ. ഒരു മേലോട്ട് നോക്കുന്നുണ്ടാവില്ലായിരിക്കും. മേലോട്ട് നോക്കിയാൽ പേടിയായിപ്പോൾ ഓരോ പാറ കഷ്ണങ്ങൾ നിൽക്കുന്നുണ്ടല്ലേ. നമ്മൾ റോട്ടിലോട്ട് എത്തിയിട്ടോ. ഫാൻറ്റം റോക്ക്. ഇതിലൂടെ ഇങ്ങനെ കയറി പോകും. അവിടെ അത് അങ്ങോട്ടേക്ക് അമ്പലവയൽ, ഇങ്ങോട്ട് കുഞ്ഞങ്ങാട്. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത കടുവാക്കുഴി വരുന്ന പോയി നോക്കാം.
നമ്മളത് അമ്പലവയൽ ടൗണാണ്. ഇത് അമ്പലവയൽ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ടൗണിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ റോഡിൽ തിരിഞ്ഞു പോകണം പറഞ്ഞല്ലേ. കടുവാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. ആണോ? നീ പോയിട്ടോ? സ്ഥലത്ത് പോയിട്ടില്ല, എൻ്റെ തൊട്ടടുത്ത് എൻ്റെ റിലേറ്റീവിന് പോയി. ഓക്കെ, അപ്പോൾ റൂട്ട് അറിയാം അല്ലേ? നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തിരികെ താഴോട്ട് നേരെ പോകുന്നത് വടുവഞ്ചാല്, അങ്ങനെ അതിലെ കൽപ്പറ്റയ്ക്കൊക്കെ കയറാം. ഇത് നമ്മളിങ്ങോട്ട്, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ബസ് സ്റ്റാൻഡും അമ്പലവയൽ സ്റ്റാൻഡൊക്കെയാണ്. ഇതാണ് അമ്പലവയൽ പോലീസ് സ്റ്റേഷൻ. ഇതാ വീണ്ടും ഒരു പാറേൻ്റെ താഴോട്ട് നമ്മളെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഡേയ്സ് പാറേനെ ബേസ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഫാൻറ്റം റോക്ക് കഴിഞ്ഞ് കടുവാക്കുഴി പോകുന്നു. കടുവാക്കുഴി പോണ വഴിക്ക് ഇതേണ്ട വേറെ ഒരു പാറ. ഇത് ഏതൊക്കെയാ പാറ എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല കേട്ടോ പേര്. അമ്പലവയലുള്ളൊരു പാറ അല്ലേ? യുക്കാലി ഫാക്ടറിയാ? പാറ കണ്ടോ? ബാക്കിൽ പാറ കണ്ടില്ലേ? ഇതാ ഇവിടെയുണ്ട് പാറ. ഈ പാറ നമ്മൾ ഇറങ്ങി വന്നാ തോന്നുന്നു. ആ പാറയാണത്? എവിടെ യുക്കാലി ഫാക്ടറി? ശരി. യുക്കാലി ഫാക്ടറിയാണ് അതവിടെ വെട്ടി വെച്ചിട്ടുണ്ട് മരങ്ങളൊക്കെ. കടുവാക്കുഴിൻ്റെ ബോർഡ് കണ്ടിട്ട് നമ്മൾ കണ്ട കടുവാക്കുഴി 0.5 മീറ്റർ കിലോമീറ്റർ. ഇതായിക്കോ ഇതിലാ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം കേട്ടോ. യുക്കാലി ഫാക്ടറി ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? യുക്കാലി ഫാക്ടറി ആണേ, രണ്ട് സൈഡും യുക്കാലി ഫാക്ടറികളാണ് ഇങ്ങോട്ട്. വേണ്ട എടാ, ആ മലേൻ്റെ അടിയിലൊരു വീട് നോക്കണോ. എൻ്റെ ദൈവമേ, അത് വീട് തന്നെയാണോ? അവരുടെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. നമ്മൾ ഇച്ചിരി നേരം നിന്നിട്ട് തന്നെ നമുക്ക് പേടിയായിപ്പോൾ ആ കല്ലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ. 0.5 എന്നാണ് പറഞ്ഞത്. അതോ പാറയാന്ന് തോന്നട്ടോ. ഓഫ് റോഡൊന്നല്ല ഏതായാലും അല്ലേ. കടുവാക്കുഴി ഇവിടെ എവിടെയോ ആണ്, നമുക്ക് ചോദിച്ചു നോക്കാം ആരോടെങ്കിലും. അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കോട്ടേജ് ടൈപ്പ്. ഇതേതാ പാറ? ആ ഇവിടെയാണോ മറ്റേ പുതിയ ഇപ്പോൾ ഇത് തുടങ്ങുന്നത്? ഒരു ചീങ്ങേരി മലയിൽ ഒരു സംഭവം തുടങ്ങുന്നുണ്ടല്ലോ, DTPCൻ്റെ. അതാണത്? ആ ശരി. ആ 1-ാം തീയതി നാളെ മുതലേ അതോ ഒരു സ്ഥലം ഓപ്പൺ ആവുന്നുണ്ട് ഇവിടെ. ചീങ്ങേരി മലയല്ലേ, രാവിലെ കയറിയാൽ ടിക്കറ്റൊക്കെ വെച്ചിട്ട് തുടങ്ങുന്നുണ്ട്. അത് ഇവിടെയാ? ആ അത് തന്നെ സംഭവം തന്നെ. അപ്പോൾ ഇതായിരിക്കുമോ വഴി? വേറെ വഴിയുണ്ടോ? ആ അതിലേ പോവാ അല്ലേ? ഇത് ഈ മേലോട്ട് കാണുന്നതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ? ആൾക്കാരുടെ സ്വന്തം പ്രോപ്പർട്ടിയാ? അല്ലേ? ആ ഹട്ടൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ ഗസ്റ്റിന് കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഇതെന്താ ഇവിടെ കടുവാക്കുഴിയിൽ എന്താ കാണാനുള്ള? എന്താ? ആ പിന്നെ ഈ കാരാപ്പുഴ കംപ്ലീറ്റ് കാണാം. ആണോ? ഓ കാരാപ്പുഴ കാണാം. ഇവിടെ എത്ര നടക്കാണ്ടാവും? കുറച്ചുള്ളൂ, അങ്ങോട്ട് പോകണ്ട, ആ വഴിക്ക് പോകണ്ട. ആ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയായില്ലേ? അവിടുന്ന് ഒരു റോഡ്, ഒരു വഴി അങ്ങോട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചാണ്ട് പോയാൽ ഇതേപോലെ പൈപ്പുണ്ട് വെള്ളത്തിൻ്റെ. ആ പൈപ്പിൽ വഴിയുണ്ട്. ഓക്കെ, നമ്മൾ കടുവാക്കുഴിയിലോട്ട് പോകാം കേട്ടോ. ഏതാ ഇതിലാണല്ലേ പറഞ്ഞത്? അതാ പാറകളിലൂടെയാണ് ഇന്ന് നമ്മുടെ അധികം നടത്തുന്നത്. പാറേൻ്റെ മേലെ കൂടെ കേട്ടോ. അല്ല, പാറകളും മലകളും കയറിയാണ് ഇന്നത്തെ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2-3 സ്ഥലങ്ങളും കൂടിയാണ് നമ്മൾ വയനാട് കാണാനുള്ളൂ. അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ കാസർഗോഡേക്കാണ് പോകുന്നത്. വെള്ളം അമൂല്യമാണ്, ഒരിക്കലും ഇതെല്ലാം വരുന്നുണ്ട്. ഒരു പാറ ഇറങ്ങുന്നു, അടുത്ത പാറ കയറുന്നു. വാവ്, സൂപ്പർ ഒരു വ്യൂ പോയിന്റിലേക്കാട്ടോ നമ്മൾ പൊങ്ങി കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ കയറി വന്ന് നോക്കുമ്പോൾ കാണുന്നത്
അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിടക്കുകയാണ് കാരാപ്പുഴ. ഓക്കെ, വ്യൂ നോക്കി. അയ്യോ ഈ പടം എടാ ഇവിടെ നോക്കിയടാ, തെന്നി പോയാൽ എവിടെയാണ് കിടക്കുന്നതെന്ന്. റോഡാ കാണുന്നത്. ഡാം നോക്കി, കാരാപ്പുഴ ഡാം. ശ്വാസം കിട്ടുന്നില്ല കേട്ടോ, അതാ കിടക്കുന്നത്. സൗണ്ടില്ലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, ക്ഷമിക്കണേ. അങ്ങ് ആ പാറ കയറി നമ്മൾ വന്നത്, ശ്വാസം കിട്ടുന്നില്ല. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. കാരാപ്പുഴ ജലസേചന പദ്ധതി ആയിരിക്കണം അതെ. ഈ പൈപ്പ് ഇട്ടേക്കുന്നുണ്ടോ? എന്നാ രസാലേ. അങ്ങൊരു പള്ളി കാണുന്നു. ചീങ്ങേരിപ്പാറ കേട്ടോ, ഈ കാണുന്നത് ചീങ്ങേരിപ്പാറയാണ്. അവിടെ അതിൻ്റെ മേലെ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. അവിടെ ഈ 1-ാം തീയതി മുതൽ DTPCൻ്റെ ചീങ്ങേരി മല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യൂ പോയിൻ്റൊക്കെ വരുന്നുണ്ട്. ഓപ്പണായി നമുക്ക് പോവാം. പാറേൻ്റെ മേലെ ഒരു കാവ് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ വിളക്കൊക്കെ വെച്ചിട്ട് ഇവിടെ കത്തിക്കുന്നു. ഒരു 360 ഡിഗ്രി വ്യൂവിലുള്ള 360 വ്യൂ ആണ്. ക്യാമറ ഞാൻ റൗണ്ട് അടിക്കാം കേട്ടോ, നോക്കിയോ. 360 ഡിഗ്രിയിൽ ക്യാമറ അടിക്കാതാ കാരാപ്പുഴ ഡാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതാ മല. ഏതാണ് മല എന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. വേറൊരു മല, ചീങ്ങേരി മല. വീണ്ടും ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ വേറൊരു മല. കാരാപ്പുഴ ഡാം 360 ഡിഗ്രി വ്യൂ ആണ്. എൻ്റെ എമ്മായി പോയ വ്യൂ പോയിൻ്റ്. നമ്മൾ വെറുതെ വന്നാട്ടോ, നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുതലായിട്ട് വലിയ വെയിലും ഫീൽ ചെയ്യുന്നില്ല. പാറൻ്റെ മേലൊക്കെ തന്നെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് വലിയ വെയിൽ ഫീൽ ചെയ്യുന്നില്ല. സംഭവം കിടിലാണ് കേട്ടോ. കടുവാക്കുഴി കേട്ടോ. കടുവാക്കുഴി എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. കയറി വരുമ്പോൾ ഉള്ള വഴിയാണിത്. ചെറിയൊരു നെല്ലിമരം പാറേൻ്റെ മേലെ കിളുത്ത് നിൽക്കുക. നെല്ലിക്ക ഇല്ല കേട്ടോ. ഇവിടെ ഒരു പാറേൻ്റെ മേലെ ഇരിക്കുക കേട്ടോ. നല്ല കാറ്റുണ്ട്. എന്താ താഴെ ഇവിടെ നിന്ന് അടിക്കുന്ന നോക്കിയ കാറ്റ്. താഴെ ആ വേറെ മലേൻ്റെ മേലെ ഇങ്ങനെ കാറ്റടിച്ച് വരുന്നുണ്ട്. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് കുറച്ച് നേരം വിശ്രമിക്കുക. നല്ല ദൂരം നടന്ന് കയറാനുണ്ട് പാറയിൽ കൂടെ. അപ്പോൾ കുറച്ച് നേരം ഈ തണലത്തൊക്കെ ഇരുന്നിട്ട്, എല്ലായിടത്തും തണലില്ല, ഇങ്ങനെ തന്നെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ചെറിയ തണലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തണലത്ത് ഇച്ചിരി നേരം ഇരുന്നിട്ട് താഴോട്ട് അങ്ങോട്ടേക്ക് പോകണം, കടുവാക്കുഴിയിലേക്ക് പോകാനായി. കടുവാക്കുഴിയും കൂടി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ആ കാണുന്നത് കാരാപ്പുഴ ഡാമാണ്. നമ്മൾ അവിടെ നിന്ന് കണ്ടു. ഡാമുണ്ട്. ഡാമിൻ്റെ നീണ്ടിങ്ങനെ ഒരു വ്യൂ കാണാം. പുറകിലുള്ളത് മുട്ടിൽമലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുട്ടിൽമല. താഴെ ഇവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടോ, 5 മണി കഴിയണ്ട, അപ്പോൾ പിന്നെ ഇറങ്ങുന്നത് ഇരുട്ടാവും. ഒരു 4 മണി കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരിക. അല്ലെങ്കിൽ രാവിലെ ഒരു 6:30 ആകുമ്പോൾ വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല വ്യൂവും കിട്ടും. പിന്നെ ഇതുപോലെ നമുക്ക് ഇത്രയും ക്ഷീണമാവില്ല, വെയിലില്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ വെയിലടിക്കുമ്പോൾ അങ്ങോട്ടൊന്നും വലിയ വെയിലില്ലായിരുന്നു ആ പാറനെ പോലെ. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ തുറസായ സ്ഥലമായതുകൊണ്ടേ ഇച്ചിരി വെയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ക്ഷീണമൊക്കെ അങ്ങോട്ട് മറക്കും. താഴോട്ട് പോകാം. കടുവാക്കുഴി എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ കടുവ താമസിച്ചിരുന്നു. ഈ ഗുഹകളിൽ കടുവ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ആ അല്ല, നെറ്റിൽ പറയുന്ന. അപ്പം അപ്പോൾ കടുവ ഇങ്ങനത്തെ കുഴികളിൽ താമസിച്ചിരുന്നു. അല്ല, അവിടെ ഉണ്ടൊരു കുഴി, ഇവിടെ ഉണ്ടൊരു കുഴി. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കുഴികളുണ്ട്. ഈ കുഴികളിലാണ് എന്ത് താമസിച്ചത്? കടുവ താമസിച്ചത് പണ്ട്. അപ്പോൾ ഇവിടെ കാടൊന്നും വേണ്ടേ കടുവയ്ക്ക്? അത് ഫോറസ്റ്റ് ഏരിയ ആണോ? ഇപ്പോൾ ഏതായാലും കടുവയൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജനവാസ കേന്ദ്രം അതാ. നിങ്ങൾ വഴുക്ക് നോക്കണേ. നിങ്ങൾ നേരെ ഇതുമ്മക്ക് ഊരി പോയിക്കോളി.
ഇത്രയും റിസ്ക് എടുത്തിട്ടാട്ടോ നമ്മളിത് ഇറങ്ങി പോകുന്നത്. അറ്റ്ലാസ്റ്റ് ഒരുപാട് കുഴികളുടെ ഇടയിൽ നിന്നും നമ്മുടെ ഒരുപാട് കുഴികളിൽ നിന്നും റിയൽ കടുവാക്കുഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് കടുവാക്കുഴി. നോക്കൂ കേട്ടോ, ഇത് ഇതിൻ്റെ മണ്ടേന്നൊക്കെ ഇറങ്ങി വരണം. ചെറിയ പണിയല്ല, നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. നോക്കണേ, ഓ ഡേഞ്ചർ അല്ലേ, അതാ ടോർച്ച് എന്നൊക്കെ പറഞ്ഞേ. എടാ കാണുമ്പോ വിധിയെ കണ്ടില്ല. ഇത് ചെറിയ ആഴല്ല കേട്ടോ, അങ്ങോട്ട് ഉള്ളിലേക്ക് വലിയ ഗർത്തമാണ് ഇതിൻ്റെ ഉള്ളില്. കണ്ടോ, ഇങ്ങോട്ടൊക്കെ അഗാധമായ കുഴികളാണ്. കണ്ടോ, കണ്ടോ ഇവിടെയാണ് കറക്റ്റ് പോയിന്റ്. ഇതാണ് കടുവാക്കുഴി എന്ന് പറയും. ഫുള്ള് ഗർത്തല്ല, അഗാധമായ കുഴി. ഈ പാറേൻ്റെ അടിയിലേക്ക് കടുവയ്ക്കും കരടിക്കും എല്ലാം താമസിക്കാലോ. ഒറ്റയ്ക്കൊന്നും ആരും ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. കുട്ടികളല്ലെങ്കിലും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനത്തെ ഒരു സ്പോട്ടല്ല. ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് വരിക പോവാം. ആ മേലെ ആ പാറേൻ്റെ അവിടെയൊക്കെ വന്ന് പോവാം. പക്ഷെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട. ഇത് ഇച്ചിരി ഭീകരമായ സ്ഥലം. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടിയാവുക. ഈ നട്ടുച്ചയായിട്ട് അല്ലടാ, നട്ടുച്ചയായിട്ടേ നമുക്ക് പേടിയാവുക. അതെ അങ്ങോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം. കുഴീൻ്റെ ഇത്രമാത്രം കാണുന്നത്. ഇവിടെ തെന്നിപ്പോയാലേ നമ്മൾ കുഴിയിൽ പോവും. ഉണ്ടോ, വലിയ കുഴിയാണത്, താഴോട്ട് കുഴിയാ. ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ. ഈ പാറേൻ്റെ ഇടുക്ക് ഇതുണ്ട, കാണില്ല, ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരും. അത്രയ്ക്ക് കുഴിയാ ഇത്. നീ ഇപ്പൊ അങ്ങനെയല്ലേ, അവിടെ നിന്ന് നീ തെന്നിയാല് നേരെ ഈ കുഴീൻ്റെ ഉള്ളിലോട്ടാ പോവാ. കുഴീൻ്റെ ഉള്ളിൽ പോയാല് പിന്നെ കിട്ടില്ല. ഈ കുഴി ഞാൻ എന്താ പറയാ എങ്ങനെ ഇറങ്ങണ്ടേ, ഞാൻ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ഞാൻ ഇങ്ങനെയാണല്ലോ ഇറങ്ങുന്നേ. ഇവിടെ പിടിച്ചിട്ട് അങ്ങോട്ട് ചാടിയാ ആ കുഴിയില്ല. ഇവിടെ ഈ പുല്ലായതുകൊണ്ട് ഇങ്ങോട്ട് ചാടിയാ മതിയല്ലോ. ഞാൻ അങ്ങനെ നോക്കുമ്പോ ഭീമാകരമായ കുഴിയാ, കിണർ പോലത്തെ. വലിയൊരു കിണർ പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കിണർ വമ്മ ടെററായിപ്പോ. ഈ മല കയറി വന്നപ്പോ ഈ മലേന്റെ അടിയിൽ ഇത്രയും വലിയ കുന്നിന്റെ മേലെ കുഴി അല്ലേ. നമ്മളൊരു വലിയ കുന്നല്ലേ കയറി വന്നേ. വയനാട്ടിലെ കാഴ്ചകൾ തീരുന്നില്ല. എത്ര സ്ഥലങ്ങളാണ് ഇനിയും കിടക്കുന്നത്. ഇതൊന്നും പിന്നെ ടൂറിസ്റ്റ് മാപ്പിലുള്ള സ്ഥലങ്ങളല്ല കേട്ടോ. ഇങ്ങനെ ആൾക്കാർ വന്നും പോയൊക്കെയാണ് ഈ ഫാൻറ്റം റോക്ക്, കടുവാക്കുഴിയൊക്കെ അങ്ങനെ ആയത്. ഇനിയും DTPCൻ്റെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹൈഡലിൻ്റെയൊക്കെ ഇനിയും 2-3 സ്ഥലങ്ങൾ കാണാണ്ട് 1-ാം തീയതി മുതലൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ കഴിയണം. വയനാട് അങ്ങനെ പെട്ടെന്നൊന്നും കഴിയും തോന്നുന്നില്ല. ഇവിടെ ഈ ഗ്യാപ്പില്ലേ, ഇത് വലിയൊരു അഗാധമായ ഗർത്തമാണ്. അപ്പോൾ നമ്മൾ ഈ പാറ കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ കുഴീൻ്റെ ഇടയിലോട്ടോ നമ്മൾ പോവുക. അപ്പോൾ ഉള്ളോട്ട് നമ്മൾ കുറേ നമുക്ക് തല കറങ്ങും. കാരണം അത്ര അഗാധമായ കുഴി. ആ കൈ കുറച്ച് തെന്നുന്നുണ്ട്. അതായത് കേറിയോ? കയറി ഷൂ എടുക്കട്ടെ. ഞാൻ കണ്ണു പൂട്ടി ഇരിക്കുന്നു. ഓ ഇവിടെ നല്ല കാറ്റല്ലേ, ഒരു സുഖം. ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് യെസ്, നമ്മളങ്ങനെ കടുവാക്കുഴീൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഈ പാറയിലോട്ട് കയറിയിട്ടാ. വയനാട്ടിലാകെ പൂക്കോടും കുറുവയും ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് പലരും ഇപ്പോഴും. അവിടെ ഒന്നുമില്ല. അവിടെ ഒന്നും കാണാനില്ല. ഇങ്ങനത്തെ പല സ്ഥലങ്ങളും കാണണം. വൈകുന്നേരമൊക്കെ ഒരു 3 മണി ടൈമിലൊക്കെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാൻ പറ്റിയ സ്ഥലം മയിലാടിപ്പാറയും. അതെ, മയിലാടിപ്പാറയിൽ നിന്ന് കാണുന്ന കൽപ്പറ്റ ടൗണും അങ്ങനത്തെ കുറച്ച് മലനിരകളാണെങ്കിൽ അതുപോലെ തന്നെ ഏകദേശം 360 ഡിഗ്രി വ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡബിൾ വ്യൂ ആയിരിക്കും ആ ചീങ്ങേരി മലേൻ്റെ കിട്ടുന്നത്. കാരണം ഇത്രയും കൂടി തന്നെയുള്ളൊരു പാറയാണല്ലോ അത്. അപ്പോൾ അത് ഓപ്പണായിട്ട് വരാം നമുക്ക്. അതൊരു സൂപ്പർ സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കടുവാക്കുഴി നമ്മൾ താഴോട്ട് ഇറങ്ങുക കേട്ടോ. ഫാൻറ്റം റോക്കും ഈ കടുവാക്കുഴിയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. കടുവാക്കുഴിയിൽ വയനാട്ടിൽ വരികയാണെങ്കിൽ കടുവാക്കുഴി മിസ് ചെയ്യരുത്. എന്തായാലും കടുവാക്കുഴിയിൽ വരണം. അതെ, അതിൻ്റെ റൂട്ടും ടൈമും ഏകദേശം ഒരു രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ
അടിപൊളി വൈബായിരിക്കും. അതെ, അത് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, എങ്ങനെ അതിൻ്റെ ദൂരവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, ഈ സ്ഥലങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.